ഞാൻ തിരുവനന്തപുരത്തുകാരാണ്. ഞാൻ മലപ്പുറത്ത് വന്നിട്ട് ഇപ്പം ഒരു 5-6 വർഷമായി. ഞാൻ ചീഫ് മാനേജറായിരുന്നു കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ. അതിനുശേഷം ഞാൻ മലബാറിന്റെ മുഴുവനും മാർക്കറ്റിംഗ് മാനേജറായി. ദെൻ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി, മലപ്പുറം റീജിയനിന്റെ കൺട്രോളറായി, മീൻസ് റീജിയണൽ മാനേജറായി. ഇത്രേ പറയാനുള്ളൂ. മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം. അത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല. കാരണം ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന, എല്ലാ വിഭാഗം ജനങ്ങളും സഹിഷ്ണുതയോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പരം സ്നേഹം ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ, ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല. അല്ലെങ്കിൽ വളരെ വൈമനസ്യത്തോടുകൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫറായി വരുന്ന ആൾക്കാർ പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും. മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എന്റെ പദാവലി അത്രമാത്രം സമ്പുഷ്ടമല്ല. മീൻസ് അത്രമാത്രം സ്നേഹവും സഹോദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ നാട്. അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങി ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തു. 100% എന്തെന്ന് ഒന്നുമില്ല. മലപ്പുറംകാര് നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയും. എന്നിട്ട് അത് നടക്കാൻ വേണ്ടി ശ്രമിക്കും. നടന്നില്ലെങ്കിൽ പരാതി പറയുകയുള്ളൂ, പരിഭവിക്കുകയോ പിണങ്ങുകയോ ചെയ്യില്ല. അപ്പൊ ആ പരാതി പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയും നടത്തി കൊടുക്കണം. അപ്പം നടത്തി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ചാരിതാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നിങ്ങളുടെ മുഖത്തും എക്സ്പ്രഷനിലും ഞങ്ങളുള്ള നന്ദി കാണും. എപ്പോഴും മറക്കാറുമില്ല. എനിക്ക് ഇപ്പോഴും എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ കൊണ്ടോട്ടിയിലൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ഇന്ന അക്കൗണ്ട് ബാലൻസ് അറിയാൻ, അതെന്താണ്, ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു. സ്നേഹം എന്ന് പറയുന്ന സംഗതി ഇവിടുത്തെ ഒരു സഹജ വികാരമാണ്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും നല്ലൊരു ജീവിക്കാൻ നല്ലൊരു ഭൂമിക ഒരു പക്ഷേ ലോകത്തുണ്ട്. എനിക്ക് എന്തിഷ്ടാന്നറിയോ, ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല് എത്ര ഓടിക്കൂടും ആൾക്കാർ. അതിപ്പോ ഒരു പെണ്ണോ ആണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല, ജാതിയോ മതമോ ഒന്നുമില്ല. അത്രയും നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളും കൂടി ഇവിടെ നിൽക്കണമെന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തുകാരിയാണ് മുന്നിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറും കൂടിയാണ്. മലപ്പുറത്ത് ഡ്യൂട്ടിക്കായിട്ട് വന്നതാണ്. അതായത് നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ നിർവഹിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, KL10. ഞങ്ങളുടെ മലപ്പുറത്താണ്. ഞങ്ങളുടെ മലപ്പുറത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്ര കെയറും സ്നേഹവും എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ ബന്ധുക്കളും എൻ്റെ നാട്ടുകാരൊക്കെ ഉള്ളതാണ്, ഞാൻ ജനിച്ചു വളർന്നതാണ്. പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ്. എന്തിനും ഏതിനും അധികം അവരവരുടെ കാര്യങ്ങളിലാണ് കൂടുതൽ മുഴുകുന്നത്. പിന്നെ നെട്ടോട്ടം, അവിടെ എത്ര വരുമാനം കൊണ്ടും ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ചെലവ് കൂടുതലും ഒക്കെ. ഇവിടെ അങ്ങനെയില്ല. ഞാൻ എങ്ങനെ നോക്കിയിട്ടും എത്രത്തോളം ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇടപഴകി സംസാരിക്കുന്നത്, ഞാൻ കൂടുതലും താഴേക്കിടയിലേക്ക് പോകണം മനുഷ്യത്തെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു ദിവസം ഒരു 250 രൂപ കിട്ടിയാൽ ആ 250 രൂപയിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടെ ഒരു കുടുംബം കഴിയും. ഒരു നേരത്തെ ഫുഡിന് ആരും ഇവിടെ പട്ടിണി ഉണ്ടാവൂല. ഭയങ്കര സംഭവമാണ്. ഓരോ നോമ്പ് സമയത്തായാലും അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ എല്ലാ മതങ്ങളുടെ ആഘോഷങ്ങളിലായാലും അത് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര വലുതാണ്. ഞങ്ങളെ നാട്ടിൽ കൊടുക്കില്ല എന്നല്ല, ഞങ്ങളെ നാട്ടുകാരും നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ നമ്മൾ പറഞ്ഞ് കേൾക്കണതിനേക്കാൾ അത് ഫീൽ ചെയ്യണം. ഇവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ജോലിക്ക് പോയത്, അപ്പം അവർ പറഞ്ഞതാ അവിടെ പോയി നീ സെറ്റായ പിന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവൂല, അവിടെ അങ്ങനെയാണെന്നും. ഭയങ്കര സത്യ, അത് ഭയങ്കര സത്യ. എനിക്ക് എന്തിഷ്ടാന്നറിയോ, ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല് എത്ര ഓടിക്കൂടും ആൾക്കാർ. അതിപ്പോ ഒരു പെണ്ണോ ആണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല, ജാതിയോ മതമോ ഒന്നുമില്ല. അത്രയും നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളും കൂടി ഇവിടെ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ടെന്ന് വെക്കരുത്. കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്, ഇദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിലുള്ള ആളാണ്. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അത്ര